ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗാണ്. എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളായാലും വിമർശനങ്ങളായാലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്ക് കൗണ്ടർ ടോപ്പിൽ അധികം സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതേപോലെ കൗണ്ടർ ടോപ്പിൽ കൂടുതൽ സാധനങ്ങൾ വെക്കും തോറും നമ്മുടെ ക്ലീനിങ്ങും കൂടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കിങ് കഴിയുന്തോറും, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനാലും ലഞ്ചായാലും ഡിന്നറായാലും അത് കഴിയുന്നതിന് നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തിടുക. ഞാനിവിടെ പുൽത്തൈലം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുക്ക് ചെയ്ത ടൈം നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാലും കുക്കിങ് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സാധനം കറക്റ്റ് പൊസിഷനിൽ വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഞാനിതാ ഈ ഒരു സൈഡിൽ മിക്സ് ചെയ്യാന്നിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ട്രേയിൽ ജഗ്ഗും ഗ്ലാസും, പിന്നെ ഇതാ ഇവിടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റും. ആ ഒരു കോർണറിൽ ഞാൻ ഫുഡിൻ്റെ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഗ്യാസ്, പിന്നെ ഗ്യാസിൻ്റെ തൊട്ട് സൈഡിൽ ഞാൻ സ്പൈസസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിങ്കിൽ പാത്രം വെക്കാതിരിക്കുക. സിങ്ക് എപ്പോഴും എംപ്റ്റി ആയിട്ട് വെക്കുക. കുക്കിംഗ് കഴിഞ്ഞാൽ പാടും തന്നെ പാത്രങ്ങൾ കഴുകുക. പിന്നെ ഇതാ ഈ ഒരു സൈഡിലാണ് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. അന്നത്തെ വേസ്റ്റ് അന്നത്തെ കളയുക. അതേപോലെ നമ്മൾ ഡെയിലി പാത്രം കഴുകുമ്പോൾ സിങ്കും ക്ലീൻ ചെയ്യുക. ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രില്ല്, പിന്നെ കുറച്ച് സോപ്പ് പൊടി, പിന്നെ നാരങ്ങ, ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യൽ. നാരങ്ങ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ടാവും. പിന്നെ ആ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം എപ്പോഴൊന്ന് ക്ലീൻ ചെയ്തിടുക. പിന്നെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, നമുക്ക് അത് വേസ്റ്റാണെന്ന് തോന്നുന്ന സാധനങ്ങൾ അപ്പടം തന്നെ കളയുക. അല്ലാണ്ട് അതിൽ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജ് അങ്ങനെ വൃത്തികേടാക്കരുത്. കിച്ചണിലല്ലേ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഉണ്ടാകുക. അപ്പോൾ കിച്ചണിലുള്ള മാറ്റ് നമ്മൾ അത് ഒരു ഇത് അനുസരിച്ചിട്ട്, അതായത് വൃത്തികേടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റുക. കിച്ചണിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അധിക ടൈം നമുക്കിങ്ങനെ തുടക്കേണ്ടി വരുമല്ലോ കൈ. അപ്പോൾ ഇങ്ങനെ ഒരു തുണി എപ്പോഴും മാറ്റുക. പിന്നെ ഉപയോഗമില്ലാത്ത കുറേ ഡബ്ബകളെല്ലാം ഉണ്ടാവില്ല, നമുക്ക് വേണ്ടാന്ന് തോന്നുന്നത് അപ്പാടം തന്നെ കളയുക. അതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വൃത്തിയോടെയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.